ഗൈസ്, അങ്ങനെ ഇന്നത്തെ ഇൻട്രോ എന്ന് പറയുന്നത് ഒരു ഹോട്ടലിൽ വെച്ചിട്ടാണ്. അപ്പം അതായത് ഓഫീസിനടുത്തുള്ള ഒരു ഹോട്ടലിൽ വെച്ചിട്ടാണ്. അപ്പോൾ ഇന്നത്തെ വർക്ക് ചെയ്യാൻ വേണ്ടി ഒരുപാട് ലേറ്റായി. പിന്നെ ഏകദേശം ഇപ്പം 11:30-11:45. അപ്പോൾ ഇനി റൂമിൽ പോയിട്ട് ഫുഡ് കഴിക്കാൻ, കുളിയെല്ലാം കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കണമെങ്കിൽ നല്ലോണം ലേറ്റ് ആവും. അപ്പോഴേക്ക് കടകളൊക്കെ അടക്കണമെന്നൊന്നും പറയാൻ കഴിയില്ല. അതുകൊണ്ട് നേരെ ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. മെനു ഞാൻ കാണിച്ചുതരാം. ഇവിടുത്തെ ഇതാണ് വിനീഷ എന്ന് പറഞ്ഞൊരു ഹോട്ടലാണ്. വിനീഷ ഫുഡ് കോർണർ എന്ന് പറഞ്ഞൊരു ഹോട്ടലാണ്. ചൈനീസ്, ഇന്ത്യൻ, തന്തൂരി എന്ന് എഴുതിയിട്ടുണ്ട്. ടൈമിങ്ങും കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് കാണുന്നുണ്ട്. മെനു ഇതൊക്കെയാണ് മെനു. ഒരുപാട് സാധനങ്ങളെല്ലാം തീർന്നു. ഞാനിന്ന് ഓർഡർ ചെയ്തത് എഗ് ബുർജിയും പിന്നെ അതുപോലെ തന്നെ വട്ടർ റൊട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. വട്ടർ റൊട്ടി ഇല്ലാത്തതുകൊണ്ട് പൊറോട്ട കഴിക്കാൻ വിചാരിച്ചു. അപ്പോൾ എന്തായാലും നമുക്ക് സാധനം വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഗൈസ്, ഈ ഹോട്ടൽ പറയുന്നത് താഴെ അത് കണക്ക് തന്നെ മറ്റേ താഴെ നിന്ന് ചെറിയൊരു എൻട്രൻസ് വരുന്നുണ്ട്. അത് എൻ്റെ സൈഡിലാണ് ബില്ലിങ് കൗണ്ടറും കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ ഇതിൻ്റെ അടിയിലാണ് മറ്റേ ഇത് വരുന്നത്, പാൻട്രി, അതായത് കിച്ചണും കാര്യങ്ങളൊക്കെ വരുന്നത് ഇതിൻ്റെ അടിയിലാണ്. അവിടെ നല്ലൊരു കോണി കയറിയിട്ട് മുകളിൽ വന്നിട്ട് ചെറിയൊരു ഡൈനിങ് സ്പേസ്. അങ്ങനെയാണ് ഈ ഹോട്ടൽ. ഇവിടെ ആരും കാണുന്നൊന്നുമില്ല. ഇനി സമയം ഇത്രയും ലേറ്റ് ആയതുകൊണ്ടാണെന്ന് അറിയില്ല. നമുക്കെന്തായാലും വരുന്നവരെ വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ സാധനങ്ങൾ ഇങ്ങനെ മുകളിൽ നിന്ന് താഴോട്ടേക്ക് ഇങ്ങനെ വരുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പം എന്തായാലും ആ വയ്യ സാധനങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. ബീറ്റ് പൊറോട്ട, ബീറ്റ് പൊറോട്ട, आटा है, आटा नहीं, मैदा का है. अच्छा, പൊറോട്ട ഉണ്ട്, സാധാ പൊറോട്ടയാണ്. പിന്നെ അതുപോലെ തന്നെ नहीं चाहिए भैया, वो नहीं चाहिए, वो ही चलेगा. हाँ, वो चल. അതായത് എഗ് ബുർജി ഉണ്ട്. നല്ല ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ. പ്രൈസും അതുപോലെ തന്നെ ഉണ്ട്. പിന്നെ ഇവിടെ എല്ലാം കോംപ്ലിമെൻ്ററി ആയിട്ട് കിട്ടുന്ന രണ്ട് മറ്റേ ഇതും ഉള്ളി. നമുക്ക് കഴിച്ച് നോക്കാം സാധനം. चलो, थैंक यू. ठंडा उंडा भी चाहिए? स्प्राइट कम से बंद होने वाला बता दो. स्पाइट दे दो. स्प्राइट छोटा वाला एक പൊറോട്ട കുഴപ്പമൊന്നും കേട്ടോ. പക്ഷെ ഞാൻ വിചാരിച്ചു ഇത് കണ്ടിട്ട് ബീഫ് പൊറോട്ട, നമ്മുടെ നാട്ടിലത്തെ കണക്ക് അടിച്ച പൊറോട്ട എന്നല്ല, ലെയറൊന്നുമില്ല ഒരു. പക്ഷെ കുഴപ്പമില്ല, നല്ല രസമുണ്ട്. പക്ഷേ ഇത് എനിക്ക് തോന്നുന്നു ബീറ്റ് പൊറോട്ട തന്നെയാണെന്ന് തോന്നുന്നു. രണ്ടും കൂടെ മിക്സ് ആണോ സംശയമുണ്ട്. എന്തായാലും തനി മൈദ പൊറോട്ട അല്ല, അത് എനിക്ക് ഉറപ്പുണ്ട്. പിന്നെ അത് കണക്ക് തന്നെ എഗ് ബുർജി നല്ല ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ. നല്ല ടേസ്റ്റും ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. നല്ല സോഫ്റ്റ് പൊറോട്ട. ആളില്ലാത്തത് അടക്കാനായതുകൊണ്ട് തന്നെയാന്ന് തോന്നുന്നത്. ഐസ് വെച്ചല്ലേക്കാ. ആളില്ലാത്തത് എനക്കൊന്ന്, അതായത് അടക്കാനായതുകൊണ്ടാണ് തോന്നുന്നു കേട്ടോ. എന്നോടിപ്പോൾ സ്പ്രൈറ്റ് വേണം, ഇനി വേറെ എന്തെങ്കിലും വേണമെന്നൊക്കെ അവർ ചോദിച്ചിട്ടുണ്ട്. ക്ലോസിങ് ടൈം ആണെന്നൊക്കെ പറഞ്ഞു ഇപ്പം എന്നോട്. അപ്പോൾ അതുകൊണ്ടായിരിക്കണം ചിലപ്പോൾ ആളില്ലാത്ത. നേരത്തെ നല്ല ആളുണ്ടാവാൻ സാധ്യതയുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ സാധനമൊക്കെ മോശമൊന്നുമില്ല, നല്ല നല്ല ടേസ്റ്റ് ഉണ്ട്. ഗൈസ്, അങ്ങനെ ഭക്ഷണം കഴിച്ച് പുറത്തിറങ്ങി. അപ്പം ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ അടുത്തേക്കുള്ള റെസ്റ്റയിൽ തന്നെ ആട്ടാവും. അതായത് ചെറിയൊരു റെസ്റ്റോറൻറ്റ്. ഭക്ഷണമൊന്നും കുഴപ്പമൊന്നുമില്ല, നല്ല ഭക്ഷണം. ഗൈസ്, കുറേ ദിവസമായി മഴേനെ പറ്റിച്ച് നടക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ ഒരു കുട പണിക്കണം എന്ന് വെച്ചിട്ട് വന്നതാണ്. എല്ലായിടേക്കും പൂട്ടിക്കൊണ്ട് അടുത്തൊരു ഡീമാർട്ടുണ്ട്, അതിന്ന് പൂട്ടൂലാന്ന് വിചാരിച്ചാൽ. അപ്പോൾ 12 മണിയാകുമ്പോൾ അതും പൂട്ടി, എൻട്രൻസ് ക്ലോസ് ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നും നാളെയും മഴേനെ പേടിച്ചിട്ട് തന്നെ പോകണം. എന്തായാലും ഇനി തിരിച്ച് റൂമിലേക്ക് തന്നെ പോവാം. അപ്പോൾ ഗൈസ്, ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ആണ്, അധികം സമയം കിട്ടിയില്ല. അതാണ് വീഡിയോ എടുക്കണമെന്നും അപ്ലോഡ് ചെയ്യണമെന്നല്ല ആഗ്രഹമുണ്ട്, പക്ഷെ ഒന്നും നടക്കുന്നില്ല. ഒന്നാമത് സ്ഥലം അറിയില്ല, പിന്നെ രണ്ടാമത് വർക്കിൻ്റെ ഇത് എല്ലാം കൂടെ വെച്ച് നോക്കുമ്പോൾ ഒന്നും നടക്കുന്നില്ല. ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം. ബൈ.